ആദ്യത്തെ ഒരു T20 ജയിച്ചപ്പോൾ സിംബാബ്വെ ശരിക്കും സന്തോഷിച്ചു. ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കാമെന്ന് അവർ കരുതി. എന്നാൽ പിന്നീട് അങ്ങോട്ട് എല്ലാ T20യിലും സിംബാബ്വെ നാണം കെട്ട് തോറ്റു. ഇന്ത്യ വെടിക്കെട്ട് ബാറ്റിംഗാണ് കാഴ്ചവെച്ചത്. ഇപ്പോഴിതാ നാലാമത്തെ T20യിലും ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഇന്ന് കളി തോറ്റ ശേഷം അവരുടെ ക്യാപ്റ്റൻ സിക്കന്ദർ റാസ പറഞ്ഞ കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഫസ്റ്റ് ബാറ്റിംഗിൽ മാന്യമായ സ്കോർ സിംബാബ്വെ നേടി. 152 റൺസ് അവർ എടുത്തു. എന്നാൽ സെക്കൻഡ് ബാറ്റിംഗിൽ ഇന്ത്യ ഈസി ആയിട്ടാണ് കളി ജയിച്ചത്. ഇന്ന് കളി തോറ്റ ശേഷം റാസ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്ക് ഇപ്പോൾ പരമ്പര നഷ്ടമായിരിക്കുകയാണ്. അതിലെനിക്ക് ഒരുപാട് ദുഃഖമുണ്ട്. എങ്കിലും ഇന്ത്യൻ ടീമിനെതിരെ കളിക്കാൻ സാധിച്ചത് സന്തോഷം തരുന്നുണ്ട്. ഒരുപാട് മികച്ച താരങ്ങൾ ഇന്ത്യക്കുണ്ട്. അവർക്കെതിരെ ഒരു പരമ്പര കളിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. ഒരു T20 എങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചു. അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങളിപ്പോൾ. ഇനി ബാക്കി ഒരു T20 കൂടിയുണ്ട്. അതും കൂടി ജയിച്ച് ഈ പരമ്പര മാന്യമായി അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതുകൊണ്ട് 5ാം T20യിൽ ഞങ്ങൾ മികച്ച കളി കാഴ്ചവെക്കുമെന്ന് സിക്കന്ദർ റാസ വ്യക്തമാക്കി. ഇന്ത്യ പരമ്പര നേടിയതിൽ എല്ലാവർക്കും സന്തോഷമുണ്ട്. പക്ഷേ മലയാളി ആരാധകർ നിരാശയിലാണ്. അതിന് കാരണം സഞ്ജുവാണ്. സഞ്ജുവിന് ബാറ്റിങ്ങിന് അവസരം കിട്ടുന്നില്ല. ഓപ്പണിങ്ങിൽ ജയ്സ്വാളും ഗില്ലും കളിക്കുന്നുണ്ട്. പിന്നീട് അഭിഷേക്, ഋതുരാജൊക്കെ കഴിഞ്ഞു വരുമ്പോൾ സഞ്ജുവിന് കളിക്കാൻ അവസരം കിട്ടുന്നില്ല. കഴിഞ്ഞ മത്സരത്തിൽ 18ാമത്തെ ഓവറിലാണ് സഞ്ജു കളിച്ചത്. ഇപ്പോഴിതാ 4ാമത്തെ T20യിൽ സഞ്ജുവിനെ ബാറ്റ് പോലും ചെയ്യാൻ സാധിച്ചില്ല. ഇനി ബാക്കി ഒരു T20 ഉള്ളൂ. അതിലെങ്കിലും സഞ്ജുവിന് അവസരം കിട്ടുമെന്നാണ് ആരാധകർ ചോദിക്കുന്നത്. ഇന്നത്തെ മാച്ചിൽ മികച്ച കളി പുറത്തെടുത്തത് ജയ്സ്വാളായിരുന്നു. പവർ പ്ലേയിൽ ജയ്സ്വാളിൻ്റെ ഒരു വെടിക്കെട്ടാണ് നമ്മൾ ഇന്ന് കണ്ടത്. ജയ്സ്വാൾ ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിച്ചിരിക്കുകയാണ്. സിംബാബ്വെ മണ്ണിൽ യുവതാരങ്ങൾ തകർത്തടിക്കുകയാണ്. ഇനി എല്ലാവരും കാത്തിരിക്കുന്നത് ശ്രീലങ്കൻ പരമ്പരയ്ക്ക് വേണ്ടിയാണ്. അതിലെങ്കിലും സഞ്ജുവിന് അവസരം കിട്ടുമെന്ന് കരുതാം. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.